ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നമ്മുടെ ഫുട്ബോൾ ഇതിഹാസമായ റൊണാൾഡോയുടെ ജീവചരിത്രമാണ്. ഒരു പോർച്ചുഗീസ് ഇതിഹാസമായ ഫുട്ബോളറാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ദോസ് സാന്റോസ് അവേരിയോ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണിവിടെ വിവരിക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ജനിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ കുടുംബം കൊടും ദാരിദ്ര്യത്തിലായിരുന്നു. ഇനിയൊരു മകനെ കൂടി വളർത്താനുള്ള ശേഷി ആ കുടുംബത്തിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നാലാമത്തെ മകനായ ക്രിസ്റ്റിയെ ഇല്ലാതാക്കാൻ അമ്മ ചെറു ചൂടുള്ള ബിയർ കുടിച്ചായിരുന്നു റൊണാൾഡോയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. 1985 പോർച്ചുഗലിലെ മദീറയിൽ ഫുൻചാലിലാണ് അദ്ദേഹം ജനിച്ചത്. വളരെ കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു ആ ബാലൻ പിറന്നു വീണത്. എന്നാൽ 15ാമത്തെ വയസ്സിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കാരണം ഇനി ഒരിക്കലും ഫുട്ബോൾ കളിക്കാൻ സാധിക്കില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി. അച്ഛൻ ജോസെ ഡിനീസ് അവിരോ, അമ്മ മറിയ ഡൊളോറസ്. ഡോസോ സാന്റോസ് അവേരോ അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായ റൊണാൾഡ് ലീഗൻ്റെ പേരാണ് അച്ഛൻ തൻ്റെ ഇളയ മകന് നൽകിയത്. അമ്മ ഒരു സ്കൂളിൽ പാചകക്കാരിയായിരുന്നു. അച്ഛനൊരു ആൽക്കഹോളിക്കായിരുന്നു. റൊണാൾഡോയ്ക്ക് ഒരു ജ്യേഷ്ഠനും 2 ജ്യേഷ്ഠത്തിമാരുമുണ്ടായിരുന്നു. തൻ്റെ 15ാം വയസ്സിൽ ഹൃദയരോഗം വന്ന് അദ്ദേഹത്തിന് സർജറി ചെയ്യേണ്ടി വന്നു. ലേസർ സർജറി ചെയ്തിരുന്നു. അങ്ങനെ ആ അസുഖം ഭേദമായി. പട്ടിണിയും ദാരിദ്ര്യവുമായിരുന്നു റൊണാൾഡോയുടെ ജീവിതം. നമ്മുടെ റൊണാൾഡോയെക്കുറിച്ച് പറഞ്ഞാൽ 10ാമത്തെ വയസ്സിൽ നാഷണൽ എന്ന ലോക്കൽ ക്ലബ്ബിൽ തുടങ്ങിയ പ്രൊഫഷണലിസം CR7 ചങ്കല്ല, ചങ്കിടിപ്പാണ്. ഫുട്ബോളർ ആവണമെന്നുള്ളവർക്കുള്ള പ്രചോദനമാണ് ക്രിസ്ത്യാനോയുടെ കഥ. റൊണാൾഡോ ഇൻ്റർവ്യൂവിൽ